വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ ഇന്നും നാളെയും തുടരും. 100-ലേറെ പേരെയാണ് ഇനിയും കണ്ടെത്താനുള്ളത്. വെള്ളിയാഴ്ച വരെ ചാലിയാറിലും തെരച്ചിൽ തുടരും. വിവരങ്ങൾ നൽകാൻ കമലേഷ് തെക്കേക്കാട് ചേരുന്നുണ്ട്. കമലേഷ്, അവസാന നിമിഷം വരെ തെരച്ചിൽ തുടരും എന്നുള്ള തരത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നലെയും പറഞ്ഞത്. ചാലിയാറിലും അടക്കം വെള്ളിയാഴ്ച വരെ തെരച്ചിൽ തുടരും. എത്തരത്തിലാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്? ശ്രുതി, തീർച്ചയായും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ട സമയത്ത് നേരത്തെ തീരുമാനിച്ചിരുന്നത് ഇന്നലെ വരെ തെരച്ചിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. 2 ദിവസം കഴിഞ്ഞാൽ തെരച്ചിൽ അവസാനിപ്പിക്കുമെന്നാണ് കുറച്ച് ദിവസം മുൻപ് പറഞ്ഞിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് വെള്ളിയാഴ്ച വരെ ചൂരൽമലയിലും മുണ്ടക്കൈയിലും ആകെ ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ തെരച്ചിൽ തുടരും എന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഇതിനായി നിരവധി 190-ന് മേലെ, അതായത് 200ഓളം സന്നദ്ധ പ്രവർത്തകരും ആളുകളുമാണ് ഈ സംഘത്തിലുള്ള ഈ തെരച്ചിൽ സംഘത്തിലുള്ളത്. നിലവിൽ ഇവർ പല ടീമുകളായി തന്നെയാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഈ മുണ്ടേരി ഫാം മുതൽ ഈ പരപ്പൻപാറ വരെയുള്ള 5 കിലോമീറ്റർ ചുറ്റളവിലാണ് പ്രധാനമായും തെരച്ചിൽ നടന്നത്. നിലവിൽ ഇപ്പോൾ ഏത് നിലയിൽ തിരയണം എന്നത് സംബന്ധിച്ചും അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് ഇത് സംബന്ധിച്ച് കൃത്യമായൊരു ധാരണയില്ലാത്തൊരു സാഹചര്യമുണ്ട് ഈ തെരച്ചിൽ സംഘത്തെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഈ ബന്ധുക്കൾ കാട്ടിക്കൊടുത്ത, അതായത് നേരത്തെ ഉണ്ടായിരുന്ന വീടുകൾ, ഈ വീട്ടിലുണ്ടായിരുന്ന ആളുകളുടെ ബന്ധുക്കളൊക്കെ വന്ന് ഇന്ന ഇടങ്ങളിലൊക്കെയാണ് വീടുണ്ടായിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതായത് ഈ ബന്ധുക്കളുടെ സഹായത്തോടെയാണ് നേരത്തെ വീടുണ്ടായിരുന്ന സ്ഥലത്തൊക്കെ തെരച്ചിൽ നടത്തുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ തന്നെയാണ് തെരച്ചിൽ പുരോഗമിച്ചത്. പക്ഷേ അവിടെ നിന്നും പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ 2 ഘട്ട തെരച്ചിൽ ഈ പ്രദേശങ്ങളിലെല്ലാം പൂർത്തിയായി കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ഈ ബന്ധുക്കൾ ആവശ്യപ്പെട്ടാൽ വീണ്ടും ഈ സ്ഥലങ്ങളിലൊക്കെ പരിശോധന തുടരും, അല്ലെങ്കിൽ തെരച്ചിൽ തുടരും എന്ന് തന്നെയാണ് ഈ സംഘം അറിയിച്ചിട്ടുള്ളത്. ഏതായാലും വലിയ നിലയിൽ ഒരു തെരച്ചിൽ തന്നെയാണ് ഇന്നും പുരോഗമിക്കുന്നത്. വെള്ളിയാഴ്ച വരെ തെരച്ചിൽ നടത്തും. ചാലിയാർ പുഴയിലൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനമായും തെരച്ചിൽ നടത്തിയത്. ഇവിടെ നിന്നും ചില മൃതദേഹാവശിഷ്ടങ്ങളും ശരീരഭാഗങ്ങളും എല്ലാം തന്നെ കണ്ടെത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ ഈ മുണ്ടേരി ഫാം മുതൽ അതുപോലെ തന്നെ പരപ്പൻപാറ ഈ സ്ഥലങ്ങളിലൊക്കെയാണ് കഴിഞ്ഞ ദിവസം തെരച്ചിൽ നടത്തിയിരുന്നത്. ഇന്നിപ്പോൾ മുണ്ടക്കൈ അതുപോലെ തന്നെ ചൂരൽമലയുടെ വിവിധ സ്ഥലങ്ങളിൽ, ഈ താഴ്വാരങ്ങളിലൊക്കെയാണ് ഈ മണ്ണ് ഒലിച്ചു പോയിട്ടുള്ള, അല്ലെങ്കിൽ ഈ കുത്തൊഴുക്കിൽ പോയിട്ടുള്ള അതിൻ്റെ തീരങ്ങളിലൊക്കെയാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. കാടിൻ്റെ അകത്തു നിന്നടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ശരീരഭാഗങ്ങളൊക്കെ കണ്ടെത്തുന്ന സാഹചര്യമുണ്ട്. ഇനിയും 100-ലേറെ ആളുകളെയാണ് ഇനിയും കണ്ടെത്താനുള്ളത് എന്നതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം. ഏതായാലും ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്നില്ല. ഏതായാലും ഒരു 190ഓളം വരുന്ന ഒരു ടീം തന്നെയാണ് നിലവിൽ തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. ഈ തെരച്ചിൽ വരും ദിവസങ്ങളിലും പുരോഗമിക്കും. വെള്ളിയാഴ്ച വരെ ചാലിയാറിലും തെരച്ചിൽ തുടരുമെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയിട്ടുള്ളത്. ശ്രുതി, വ്യക്തമാണ്. ക്യാമ്പിലുള്ളവരെ നേരിട്ടെത്തിച്ചുള്ള തെരച്ചിൽ തന്നെയാണ് ദുരന്തമുഖത്ത് ഇപ്പോഴും പുരോഗമിക്കുന്നത്.